ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഏത്തപ്പഴ പായസമാണ്. അപ്പൊ ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണിത്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഏത്തപ്പഴ പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3 പഴത്തിന്റെയും തൊലിയൊക്കെ ഒന്ന് ആദ്യം മാറ്റാം. തൊലി മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ പഴം എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പഴത്തൊലഞ്ഞ പഴവും ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് പഴുക്കാത്ത പഴവും ആവശ്യമില്ല. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ട് ഒരുപാട് കറുത്ത് പോകാത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇനി പഴം തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പഴം 4-5 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം നീളത്തിനൊന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ 3 പഴവും കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ചൗവരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ ചൗവരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ചൗവരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ചൗവരി പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇപ്പൊ ചൗവരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കളർ കുറഞ്ഞിട്ടുള്ള വെള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ശർക്കര നമുക്ക് പാത്രത്തിൽ ചേർത്തതിന് ശേഷം 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി മാറ്റി വെക്കാം. ശർക്കര മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് പായസവും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കി നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നെയ്യിൽ പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന പരുവം വരേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ചവ്വരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചവ്വരിയും പഴവും ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ചേർന്നിങ്ങനെ കട്ടകളായിട്ട് കിടക്കുന്ന പഴമൊക്കെ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. ആ ഒരു രീതിക്ക് ചവ്വരിയും പഴവും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ചവ്വരിയൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അരിച്ച് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരയുടെ മധുരം പഴത്തിലും അതുപോലെ തന്നെ ഉള്ള ചവ്വരിയിലും ഒക്കെ ഒന്ന് ആയി വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പൊ ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്, 3-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ ആദ്യം ശർക്കര പാനി ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുത്ത ആ ഒരു പരുവം വരേക്കും ഒന്ന് കുറുക്കി എടുക്കാം. ഇപ്പൊ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് കുറുകി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം വേണം നമ്മൾ വീണ്ടും 2-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പായസം 3-ാം പാലും 2-ാം പാലും ചേർത്ത് അത്യാവശ്യം നല്ലതുപോലെ കുറുക്കി എടുത്താൽ മാത്രമേ നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പായസത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 3-ാം പാലും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2-ാം പാലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 2-ാം പാലും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് അളവിൽ തന്നെയാണ് 2-ാം പാലും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം 3-ാം പാല് ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്തതുപോലെ തന്നെ 2-ാം പാലും ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 കപ്പ് അളവിൽ 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-ാം പാല് ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതിയാവും. അപ്പൊ 1-ാം പാല് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 5-6 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് തിള വരാതെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏലക്ക ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്ത്
ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വറുത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് കൂടെ വേണമെങ്കിൽ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.